സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ അനന്തു കൃഷ്ണനു പിന്നിൽ ഉന്നതരുണ്ടെന്ന് സൂചന. അനന്തു കൃഷ്ണന് സമൂഹത്തിലെ പല കോണിലുള്ള ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു. 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയതെന്ന് സൂചനകളുണ്ട്. ഇതിനിടെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ ഇയാൾ ശബ്ദ സന്ദേശവും അയച്ചിട്ടുണ്ട്. സമാഹരിച്ച പണം വകമാറി വേറെ പദ്ധതിക്ക് നിക്ഷേപിച്ചെന്നും ഇടപാടുകാരുടെ പണം മുഴുവൻ തന്നു തീർക്കുമെന്നും ഇയാൾ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത്. വിചാരിച്ച പോലെ ഫണ്ട് സ്വരൂപിക്കാൻ സാധിച്ചില്ല. മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പല്ല. ആരും പുതിയ കേസുകൾ കൊടുക്കരുതെന്നും ജയിലിൽ നിന്നും വന്നാൽ സ്കൂട്ടർ വിതരണം നടത്തുമെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. അറസ്റ്റിലായ ശേഷം തന്നെ കാണാനെത്തിയ സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് അനന്തു കൃഷ്ണൻ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. കേസ് കൂടിയാൽ തനിക്ക് പുറത്തു വരാനാവില്ല. ഫണ്ട് റോൾ ചെയ്തപ്പോൾ ഉദ്ദേശിച്ച തുക ലഭിച്ചില്ല. NGO കോൺഫെഡറേഷൻ നേതാക്കൾ തന്നെ കൈവിട്ടു. ഒറ്റയ്ക്ക് തനിക്ക് ഉത്തരവാദിത്തം ചുമലേൽക്കേണ്ടി വന്നു. 7 സ്ഥാപനങ്ങൾ CSR തരാൻ തയ്യാറാണ്. അവരുമായി ചർച്ച നടത്താനിരിക്കുകയാണ്. അതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത്. അവിടെ നിന്നും പണം ലഭിക്കും. പുറത്തു വന്നാൽ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ പണവും വാഹനവും നൽകാനാകും. അനന്തു കൃഷ്ണന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു.